ഹായ്, ഐ ആം വിനായക് ആൻഡ് ദിസ് ഈസ് UPSC വേൾഡ്. പക്ഷേ ഇന്ന് വേറൊരു വ്ളോഗാണ്. ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ട് അമലും കൂടി രാജധാനിയിലേക്ക് പോവുകയാണ്. രാജധാനി ഒരു കോളേജാണ്. അവിടെ SBIPയോട് എക്സാം നടക്കാൻ പോവാം. ഞാൻ അപ്ലൈ ചെയ്തില്ല, കാരണം ബാങ്ക് എക്സാംസിനോട് എനിക്ക് ആദ്യം താല്പര്യമില്ല. കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് കണക്കൊക്കെ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഒരു 6 മാസങ്ങളിലിരുന്ന് പഠിക്കേണ്ടത്. പക്ഷേ എൻ്റെ ഫ്രണ്ട് ഇവൻ അത്യാവശ്യം പരിപാടികളൊക്കെ അവൻ അപ്ലൈ ചെയ്തു. അങ്ങനെ ഞാനും അവനും കൂടി രാവിലെ 6 മണിക്ക് ഇറങ്ങി. കാരണം ഇവന് കിട്ടിയ ഷിഫ്റ്റ് എന്ന് പറയുന്നത് 8 മണിയാണ്. 8 മണിക്ക് കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 കിലോമീറ്ററിന് ഇവിടം ദൂരെ. എങ്ങനെ പോയാലും ഇത്ര രാവിലെയെങ്കിലും ഇറങ്ങണ്ടേ. അങ്ങനെ ഒരു ചായ കുടിച്ച് ഇറങ്ങിയത് പോയി പകുതി ആയപ്പോഴേക്കും മഴ, നല്ല തുരുതുരാന്ന് മഴ. എന്തേ റെയിൻകോട്ട് ഇല്ലാത്തെന്നുള്ളൊരു ചോദ്യം നല്ലൊരു ചോദ്യമാണ്. ഒരു പ്രാവശ്യം മാത്രം പുറത്തു പോകാൻ എന്തിനാ റെയിൻകോട്ട് എന്നുള്ളതായിരുന്നു നമ്മുടെ ലോജിക്ക്. ആ പൈസക്ക് ഒരു ബിരിയാണിയോ മന്തിയോ വാങ്ങി തിന്നാൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, തിരുവനന്തപുരത്ത് ബസ്സില്ല, വണ്ടിയില്ല നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. ഇവിടെ നിട്ടിൽ ഈ മഴയത്ത് ഒരു 10 KSRTC ബസ്സെങ്കിലും പോയി കാണും. അപ്പോഴേക്കും നോക്കിയപ്പോഴേ ഓപ്പോസിറ്റുള്ള ഒരു പള്ളിയിൽ മണി മുഴങ്ങി. അപ്പോൾ നമുക്കും തോന്നി ഇനി കാത്തു നിന്ന് കഴിഞ്ഞാൽ ലേറ്റ് ആവാൻ സാധ്യതയുണ്ട്, ഒരു കാര്യം ചെയ്യാം. അങ്ങനെ മഴയത്ത് പോകാൻ വേണ്ടി തീരുമാനിച്ചു. മഴയത്ത് പോകുന്നതും ഒരു വൈബാണല്ലോ. കണ്ടോ, വെള്ളം മെല്ലെ മെല്ലെ ഉരുട്ടി പോവുക. എനിക്ക് വണ്ടി ഓടിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഒരാൾ എന്തായാലും മാപ്പ് നോക്കണം. വൃത്തിക്ക് പ്രോപ്പറായിട്ട് മാപ്പ് നോക്കാൻ എനിക്കാണ് പറ്റുന്നത്. അപ്പം പിന്നെ അവൻ നല്ല വണ്ടി ഓടിക്കും. അങ്ങനെ ആ ഒരു ബാലൻസിൽ എപ്പോഴും നമ്മൾ ഇങ്ങനെയാണല്ലോ പോവാറ്. ഇത് കണ്ടോ, വേറൊരു മണ്ടത്തരം. നമ്മൾ വിചാരിച്ചു രാവിലെ ഇറങ്ങിയിട്ട് പെട്രോൾ അടിക്കാം. പക്ഷെ നമ്മൾ ഇറങ്ങിയതിന് ശേഷമാണ് അറിഞ്ഞത് നമ്മൾ പെട്രോൾ പമ്പിലേക്ക് കുറച്ചധികം ദൂരം ഉണ്ടെന്ന്. അപ്പോൾ ഒരു കട്ട പെട്രോൾ മാത്രമായിട്ട് അത്യാവശ്യം കുറച്ച് ദൂരം ഓടി. പിന്നെ എങ്ങനെയൊക്കെ ഒരു പമ്പ് കിട്ടി, എണ്ണ അടിച്ചു. അതിനടുത്ത് നിന്ന് ഒരുത്തന്നെ നോക്കി, എന്താ സുഖം, കിടന്നുറങ്ങാം. അങ്ങനെ വീണ്ടും മഴ കൂടി നമ്മൾ മാറി നിന്നു. കാരണം അധികം മഴ നനഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം. പക്ഷെ ഞാനും അമലും ട്രിക്ക് നടത്തിയ ഒരാളുകളാണ് കേട്ടോ. ഞാനല്ല അമല്, കാരണം അവൻ എക്സ്ട്രാ ഡ്രസ്സ് എടുത്തിട്ടാണ് ഇറങ്ങിയത്. അതിനിടയ്ക്ക് നമ്മൾ ഈ വെഞ്ഞാറമൂട് എത്തിയപ്പോഴേ അവിടെ ഈ റോഡ് പണിയൊക്കെ നടക്കുക. അപ്പം വേറെ ട്രിക്ക് വഴിയൊക്കെ എടുക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് ട്രിക്ക് വഴിയൊക്കെ എടുത്തപ്പോഴേക്കും എവിടേക്കോ കുടുങ്ങി. അങ്ങനെ വീണ്ടും അവിടെ നിന്ന് രക്ഷപ്പെട്ട് നമ്മൾ പോയി തുടങ്ങി. ട്രിവാൻഡ്രം സിറ്റി വിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു പ്രകൃതി രമണീയമായ പല സ്ഥലങ്ങളും ട്രിവാൻഡ്രത്തുണ്ട്. ഇത് കണ്ടോ, ഇത് തന്നെ പോകുന്ന വഴിക്ക് വളരെ എസ്തറ്റിക്കായിട്ട് നമുക്ക് തോന്നി. ചിലപ്പം മഴ കാരണമാകാം. പിന്നെ അത്യാവശ്യം ടെൻഷനൊന്നും ഇല്ലാതെയാണ് നമ്മൾ പോകുന്നത്. എനിക്കെന്തായാലും ടെൻഷനില്ല, ഞാൻ വെറുതെ കൂടെ പോകുന്നത് ആ വഴി നോക്കാനും അതുപോലെ തന്നെ കമ്പനിക്കും. പക്ഷെ അവനും ഇല്ല, കാരണം അവരും അത്രയധികം പഠിച്ചിട്ടൊന്നുമില്ല ഈ പരീക്ഷയ്ക്ക്. നമ്മൾ വെറുതെ ഒരു ഫണ്ടിന് വേണ്ടി പോകുന്നു, ഒരു എക്സ്പീരിയൻസിന് വേണ്ടി പോകുന്നു, എഴുതി നോക്കാം. അപ്പോഴേക്ക് പറഞ്ഞ് നമ്മളൊരു 8:10 ആയപ്പോഴേക്ക് രാജധാനിയിലെത്തി. അത്യാവശ്യം ഒരു അരമണിക്കൂറാണ് തോന്നുന്നു ബഫർ. അതുപോലെ തന്നെ ഇവിടെ എത്തിയപ്പോഴേക്ക് നല്ല തിരക്കായി. കുറേ ആളുകൾ വണ്ടിയിലും ബസ്സിലും എങ്ങനെയൊക്കെയോ വന്ന് പോവാം. അത്യാവശ്യം എല്ലാവർക്കും രാജധാനിയിലാണ് എക്സാം സെൻറ്റർ കിട്ടാറ്. എന്തായാലും അങ്ങനെ ഇവിടെ എത്തിയാൽ തന്നെ വലിയ സന്തോഷം. പക്ഷെ മൊത്തം നനഞ്ഞു കുളിച്ചു, ഒരു കാര്യവും പറയണ്ട. പിന്നെ യൂഷ്വലി നമ്മളിത് ഇവിടെ ഇങ്ങനെ ആയിട്ടാണ് പാർക്ക് ചെയ്യാറ്. പക്ഷേ ഇവർ ഇപ്രാവശ്യം നമ്മൾ അങ്ങ് മേലേക്ക് എവിടെയോ കയറ്റി വിട്ടു. പിന്നെ എല്ലാവരുടെയും കൂടെ പിറകെ അങ്ങനെ പോകാന്നുള്ളതാണ് മെയിൻ. ഈ കോളേജ് ഒരു കുന്നിൻ്റെ മണ്ടക്കാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല പിള്ളേരും അതുപോലെ തന്നെ അത്രത്തോളം തന്നെ നല്ല ഇൻഫ്രാസ്ട്രക്ചറും ഉള്ളൊരു കോളേജായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എപ്പോൾ നോക്കിയാലും ഇവിടെ കുട്ടികളെയും കാണാറുണ്ട്, അതുപോലെ തന്നെ നല്ല നല്ല ബിൽഡിങ്സും അതുപോലെ എല്ലാം സെറ്റപ്പുമാണ്. നമുക്ക് തോന്നിപ്പോൾ ഇവിടെ വന്നൊന്ന് പഠിച്ചാലെന്നൊക്കെ. പക്ഷെ ഇവിടെ എത്തിപ്പെടൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് ഈ കുട്ടികൾ ഡെയിലി ഇവിടെ വന്നു പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പം എല്ലാവരും ഹോസ്റ്റലേഴ്സ് ആയിരിക്കും, നമ്മൾ അറിയുന്നല്ലോ. എന്തായാലും വന്നപാട് നേരെ പോകുന്നത് വാഷ്റൂമിലേക്കാണ്, കാരണം തുണി മാറ്റണമല്ലോ. അതുപോലെ തന്നെ ഇത്രയും ദൂരം മഴയത്ത് വന്നു കഴിഞ്ഞാൽ അറിയാലോ. അപ്പോൾ അങ്ങനെ ഈ വഴിക്കാണ് ആക്ച്വലി നമ്മുടെ എക്സാം സെൻറ്റർ അല്ലെങ്കിൽ എക്സാം നടക്കുന്നത്. ആ താഴെ കാണുന്നതാണ് ക്യാൻറ്റീൻ. യൂഷ്വലി ഈ കൂടെ വന്ന എല്ലാവരും അവിടെയാണ് വെയിറ്റ് ചെയ്യാറ്. ഈ എല്ലാവരും കുട്ടികൾ കയറി കഴിഞ്ഞാൽ, കാരണം അത്യാവശ്യം 1-2 മണിക്കൂർ ഈ മഴയത്ത് വേറെ എവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ എല്ലാ കുട്ടികളും വന്നു, എല്ലാവരും ലൈൻ നിൽക്കുകയാണ്. അപ്പോൾ അതിനർത്ഥം നമ്മൾ ലേറ്റ് ആയിട്ടില്ല, നമ്മൾ എന്തായാലും കറക്റ്റ് ടൈമിന് എത്തിയ സമയമുണ്ട്, പേടിക്കണ്ട. അങ്ങനെ അമലിനെ മെല്ലെ ലൈനിൽ നിർത്തി കയറ്റി വിട്ട് ഞാൻ ഇനി വെയിറ്റ് ചെയ്യാണ്. ആക്ച്വലി ഇത് കഴിഞ്ഞുള്ള വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് മൊത്തം ഷെയ്ക്കായിപ്പോയി, നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും വിനായക് ആൻഡ് UPSC വേൾഡ് നല്ലൊരു ദിവസം തന്നെയായിരുന്നു. പക്ഷേ ഇറ്റ്സ് മോർ അബൌട്ട് ദി എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ലെസ് അബൌട്ട് ദി എക്സാം. അപ്പോൾ ഞാൻ വ്ളോഗ് നിർത്താണ്. ഈ സംഭവം കാണിച്ച് ഇങ്ങനെയൊക്കെ ഞാൻ പോയി എന്ന് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹൈഡ്രേറ്റഡ്, മഴയാണെങ്കിൽ പോലും, ആൻഡ് സ്റ്റേ സേഫ്. മഴയത്തൊന്നും പുറത്തിറങ്ങി പനിയൊന്നും പിടിക്കല്ലേ. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.